ആവിയിൽ വേവിച്ച് വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ ഇതിൻ്റെ കവറിംഗ് ആണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ടൊരു പാനിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് മാങ്ങയുടെ പ്യൂരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മാങ്ങ വെറുതെ മിക്സിയുടെ ജാറിൽ വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്തിരിക്കുന്നതാണ്. ഇതൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് മാങ്ങയുടെ പ്യൂരി എടുത്ത് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ആദ്യമേ മിക്സറിൻ്റെ ജാറിൽ അരച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ പ്യൂരി വേറെ തന്നെ എടുത്തു വെച്ചിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ഒന്ന് നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷം വേണം ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. 1 കപ്പ് വറുത്ത നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പത്തിരിപ്പൊടി അല്ലെങ്കിൽ ഇടിയപ്പപ്പൊടി എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്ന ആ ഒരു പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1 കപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തു, പിന്നെ മുഴുവനായിട്ടും ചേർത്ത് നല്ലപോലെ തന്നെ യോജിപ്പിച്ചെടുക്കാം. ഫ്ലെയിം ഏറ്റവും ലോയിലാക്കിയിട്ടാണ് ഇവിടെ മിക്സിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. ഇതുപോലെ ഒന്നായി വന്നതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരം ഈ ഒരു ചൂടിൽ തന്നെ അതവിടെ കിടക്കട്ടെ. അതിന് ശേഷം മാത്രം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കൈ ഉപയോഗിച്ച് നല്ലപോലെ തന്നെ കുഴച്ചെടുക്കാം. അഥവാ നിങ്ങൾക്ക് വെള്ളം കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. നല്ല പോലെ തന്നെ ഒന്ന് നീഡ് ചെയ്തെടുക്കണം. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും എല്ലാം കൂടെ യോജിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് നമുക്ക് തയ്യാറായി കിട്ടും. ഈ ഒരു പാകത്തിനാണ് നമ്മളുടെ കൂട്ട് വേണ്ടത്. ഇതിപ്പോൾ പാകത്തിന് തന്നെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ ഫില്ലിംഗ് തയ്യാറാക്കി വെക്കുന്നവരെ ഇതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഫില്ലിംഗ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നെയ്യിൽ തേങ്ങ ചിരകിയത് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഇതുപോലെ ഒന്ന് വെള്ളപ്പറ്റൊക്കെ മാറി വരുന്നത് വരെ മാത്രം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് പാകത്തിന് 1/2 കപ്പ് ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് മാങ്ങയുടെ പ്യൂരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ മാങ്ങ വെള്ളമൊന്നും ചേർക്കാതെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ശർക്കരയിൽ അഴുക്കൊന്നും ഇല്ലാന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അഥവാ നിങ്ങളുടെ ശർക്കരയിൽ അഴുക്കുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ ശർക്കര പാനിയാക്കി അരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നോക്കി, ഇതെല്ലാം തന്നെ ഇപ്പോൾ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ആ ഒരു വെള്ളപ്പറ്റൊക്കെ മാറി ഒന്ന് ആ ഒരു പാനിനൊക്കെ നന്നായിട്ട് റിലീസായി ഈ ഒരു പാകത്തിനാകുന്നത് വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൻ്റെ ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതുപോലെ ഉരുളകളാക്കിയിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. മീഡിയം വലുപ്പത്തിലുള്ള ഉരുളകളാണ് ആക്കിയെടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ കുഴക്കട്ട തയ്യാറാക്കുന്നത് പോലെ തന്നെയാണ് ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് അരികുകൾ പ്രസ് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ മിഡിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടിൻ്റെ ചൂടാറി വന്നതിന് ശേഷം വെച്ച് കൊടുക്കാം. അതിനുശേഷം എല്ലാ സൈഡും പിടിച്ച് നല്ല പോലെ തന്നെ ഒന്ന് സീൽ ചെയ്തെടുക്കാം. കൂട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് സീൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നന്നായി കവർ ചെയ്തെടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് ഉരുട്ടിയെടുക്കാം. ഇതേപോലെ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ നമുക്ക് 8 ഉരുളകളാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുക. ഏത് പാത്രത്തിലാണോ സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രത്തിൽ നെയ്യ് തടവിയിട്ട് ഉരുളകൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്റ്റീമറിൽ നേരത്തെ വെള്ളമൊഴിച്ച് ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. ആവി നല്ലപോലെ വന്നതിന് ശേഷം ഈ ഒരു പാത്രം ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് 10 മുതൽ 15 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ തന്നെ ആവി കയറ്റിയെടുക്കാം. ഞാനിവിടെ 15 മിനിറ്റാണ് ആവി കയറ്റി എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ പാകത്തിന് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വന്നതിന് ശേഷം വേണം ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ ചിലപ്പം പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളുടെ കുഴക്കട്ട ഇവിടെ കിട്ടിയിട്ടുണ്ട്. മാങ്ങയുടെ സീസണിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റിയ നല്ലൊരു പലഹാരം തന്നെയാണിത്. നല്ല ടേസ്റ്റി ആയിട്ടാണ് ഇരിക്കുക. എല്ലാവർക്കും ഇതിൻ്റെ ആ ഒരു രുചി ഇഷ്ടമാവും. ഉള്ളിലത്തെ ഫില്ലിങ്ങിലായാലും മാങ്ങയുടെ രുചി നല്ലപോലെ തന്നെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പുറമേത്തെ കവറിങ്ങിലും നല്ലപോലെ തന്നെ കിട്ടും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.